ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ജേണി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വീട്ടിൽ ടി വി ഉണ്ട്. അപ്പോൾ ചിലവരുടെ വീട്ടിലിപ്പം ആൻഡ്രോയിഡ് ടി വി ആയിരിക്കത്തില്ല. അപ്പോൾ അവർക്ക് ആൻഡ്രോയിഡ് ടി വിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹം കാണും. അപ്പം പഴയ ടി വി ആയിരിക്കും, ആൻഡ്രോയിഡ് ടി വിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ആവശ്യമെന്നും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ പഴയ ടി വി, സോണിയുടെ. ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ പുതിയ ടി വി വാങ്ങിയപ്പോൾ ഇതിനെ സൈഡിലോട്ട് മാറ്റി വെച്ച്. അപ്പം എനിക്കിവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെ ആൻഡ്രോയിഡ് ടി വി ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ആൻഡ്രോയിഡ് ടി വി ആക്കാൻ വേണ്ടിയുള്ള എല്ലാ ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒരു യൂസ്ഫുൾ ആയിക്കൂടാന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതിന് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബോക്സാണ്. ആൻഡ്രോയിഡ് ടി വി ആക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ സെറ്റ് ഓഫ് ബോക്സാണ്. ഇത് ഞാനന്ന് എടുത്തത് 2500 രൂപ ആയി. 3 പെൻഡ്രൈവ് കുത്താം. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇപ്പോഴ് ചിലരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ LED ടി വി ഒക്കെ ആയിരിക്കും. അപ്പം അതിലാണെങ്കിൽ നമുക്ക് ഈ HDMI കേബിളായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് എൻ്റെ പഴയ ടി വി ആയതുകൊണ്ട് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ജാക്കാണ് വരുന്നത്. HDMI കേബിൾ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു കൺവെർട്ടർ വാങ്ങിയത്. HDMI കൺവെർട്ടർ ടു വരെ ഈ കേബിളിൻ്റെ ഇതിലോട്ട്. ഇതിൽ ഒരു സൈഡിൽ ഇതേപോലെ ഇത് വരും, പിന്നെ ഒരു സൈഡിൽ HDMI കേബിൾ വരും. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് പവർ വേണം. പവറിന് വേണ്ടിയാണ് ഈ വയർ കൊടുത്തിരിക്കുന്നത്. ഈ വയർ നേരെ വന്ന് ഞാൻ ഇതിൽ കൊടുത്തു. എവിടെ നിന്നെങ്കിലും ഒരു പവർ മതിയല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് പെൻഡ്രൈവ് വഴി എടുത്ത് പെൻഡ്രൈവ് കേബിൾ അതിൻ്റെ സ്ലോട്ടിൽ കൊടുക്കുമ്പോൾ നേരെ ഇത് ചാർജ് ആവും. പിന്നെ ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന HDMI കേബിൾ ഇതിലൊന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ പവറും കൊടുത്ത് നമ്മളിത് ഈ വയർ കണക്ഷൻ കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ടി വിയുടെ സ്വിച്ചും ഒന്ന് ഇതിൻ്റെ. ഇത് ഓണായിട്ടുണ്ട്. എന്നിട്ട് ടി വി നമുക്ക് നേരെ മറ്റേ DVD പ്ലെയർ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യുമ്പോൾ ഒരു ചാനലിലോട്ട് പോകുമല്ലോ, VCR അങ്ങനെ എന്തോ. അപ്പോൾ അതിലോട്ടാണ് മാറ്റേണ്ടത്. അതിലോട്ട് മാറ്റുമ്പോൾ നേരെ ആൻഡ്രോയിഡ് ടി വിയിലോട്ട് മാറും. അത് തുടങ്ങുമ്പോൾ ഓപ്പൺ ആകുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് ബോക്സ്. ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ റിമോട്ട്. നമുക്കിതിൽ യൂട്യൂബ് കാണാനും എല്ലാത്തിനും പറ്റും. ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മാറ്റി യൂട്യൂബ് എടുക്കാം. നമുക്ക് യൂട്യൂബ് എടുക്കണമെങ്കിൽ അതേ മൈ ആപ്പിൽ കയറി നമുക്ക് യൂട്യൂബിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ്, അതിന് VLC അങ്ങനെ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. നേരെ യൂട്യൂബ് എടുക്കുക, ഓപ്പൺ ആക്കുക. നമ്മളെ കേബിൾ കണക്ട് ചെയ്യണ ചാനലിൽ വരത്തില്ല. ഈ വീഡിയോ അതിൽ കണക്ട് ചെയ്താലേ വരത്തുള്ളൂ. ഞാൻ ലോഗിൻ ആക്കിയിട്ടില്ല. യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഈ വെട്ടലെന്ന് പറഞ്ഞാൽ ടി വിയുടെ ഇതല്ലത് കേട്ടോ. ടി വിയുടെ വെട്ടലല്ല, അല്ലാതെ ഒരു വരുന്നതാണ്. ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. പിന്നെ നമ്മളെ നോർമൽ ടി വി പോലെ അത്ര സ്പീഡില്ല, സ്പീഡ് കുറവാണ്. ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വരും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.